നമസ്കാരം. പ്ലസ് ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് സീരിയൽ സിനിമാ രംഗത്ത് സുപ്രസിദ്ധനായ നമ്മുടെ ചാലക്കുടിക്കാരനായ ശിവൻ ചേട്ടനെയാണ്. ശിവൻ ചേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശിവൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഒരു അഭിനയ രംഗത്തേക്ക് എങ്ങനെയാണ് ചേട്ടൻ വന്നെത്തിയത്? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ വന്നെത്തി എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വരണം എന്ന് മുമ്പേ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ അത് എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അതിന് പറ്റിയൊരു സംഭവം അല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അതിൽ നിന്നൊക്കെ ബാക്കൗട്ട് ചെയ്ത് നിൽക്കായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ചാലക്കുടിയിൽ ഒരു ടെലിഫിലിം, ദൂരദർശനിൽ ഒരു ടെലിഫിലിം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന്, അതിൻ്റെ പൂജാകർമ്മത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വെറുതെ ആ പരിപാടിയിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് അന്നൊന്നും ഇതേപോലെ നമ്മുടെ ലൈറ്റപ്പ് കാര്യങ്ങൾ, അങ്ങനെ ജനറേറ്റർ യൂണിറ്റ് വണ്ടി അങ്ങനെ സംഭവമൊന്നുമില്ല. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ 2 തെർമോക്കോളും കൈ പിടിച്ചുകൊണ്ട് വന്ന് ഷൂട്ട് ചെയ്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഷൂട്ടിംഗ് പരിപാടി നിൽക്കുന്ന ഒരു ചെറിയ സെറ്റപ്പിലുള്ള ഒരു ടെലിഫിലിമാണ് ഞങ്ങൾ അന്ന് അവർ ചെയ്തിരുന്നത്. കാരണം സാമ്പത്തികമൊക്കെ വളരെ ചുരുക്കി ടെലിഫിലിം പിടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ഒരു ആർട്ടിസ്റ്റ്, കലാഭവനിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിനെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഇതേപോലെ തന്നെ വൈകുന്നേരം ആവണോ, അദ്ദേഹം എന്ത് ചെയ്ത് എത്തിയില്ല. അപ്പോൾ ഡയറക്ടറാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, അങ്ങേര് വന്നില്ലെങ്കിൽ സൂര്യൻ്റെ വെട്ടം പോകുന്നു. അപ്പോൾ സാധാരണ ഞങ്ങൾ അവിടെ പറയുന്നത് ദിവാകരൻ പോകുന്നു എന്നാണ് പറയുക. ദിവാകരൻ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഷൂട്ടിങ് നടക്കില്ല. അപ്പോൾ അങ്ങനെ ടൈമായി, ആ ആർട്ടിസ്റ്റ് വന്നില്ല. അപ്പോൾ ഇവരാകെ ടെൻഷനായി. അപ്പോൾ ഇതിന് പറ്റിയ ആർട്ടിസ്റ്റിന് ആരോ ഉള്ള, എന്ത് ചെയ്യും, ഷൂട്ടിങ് നിർത്തി വയ്ക്കേണ്ടി വരുമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഇന്നമാതിരി ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ഞാൻ മതിയെന്ന് ചോദിച്ചു. അപ്പോൾ നീ ഇതിനു മുമ്പ് സിനിമയിലോ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിനിമയിലും സീരിയലിലൊന്നുമില്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കുമ്പോൾ സ്കൂൾ തലത്തിൽ ഞാൻ ബെസ്റ്റ് ആക്ടർ 8, 9, 10 ഈ 3 വർഷവും എനിക്കായിരുന്നു. ഞാൻ ആ അവാർഡ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കോളേജ് തലത്തിൽ വന്നപ്പോഴും ആ രംഗത്തും ഞാൻ തന്നെയായിരുന്നു ബെസ്റ്റ് ആക്ടർ ഉള്ള അവാർഡ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഒരു ഏതൻസ് എന്ന് പറഞ്ഞിട്ടൊരു അങ്കമാലിയിൽ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ക്യാമറയുടെ മുമ്പിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഈ വിശേഷം അങ്ങനെ തന്നെ പോയി നമ്മുടെ ഡയറക്ടറോട് പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു, നാടകത്തിലൊക്കെ അഭിനയിച്ച ആളാണോ, എന്നിട്ടാണോ പിന്നെ വേറെ ആർട്ടിസ്റ്റിനെ പോയി അന്വേഷിച്ചു, ഇനി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്, ആരാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചതിനോട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ടാണ്, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. നാടകം ചെയ്തിട്ടുണ്ട്, സ്കൂൾ നാടകങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സംഭവം എന്നോട് പറഞ്ഞു തന്നത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വൈനോട്ട്, ഇത്രയുള്ള കാരണമുള്ള കേസല്ലല്ലോ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരു സീനാണ്, ഒരു തൻ്റെ പെങ്ങൾ അവിടെ കുളിക്കാനായിട്ട് കടവിൽ നിൽക്കുന്നു, പെങ്ങളുടെ മകളുണ്ട്. അപ്പോൾ താങ്കൾ പറമ്പിൽ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെങ്ങളെ കുളിക്കുന്നിടത്ത് ശല്യം ചെയ്യാനായിട്ട് ഒരുത്തം വന്ന് നിൽക്കുന്നു. പെങ്ങളത് ഓടി വന്ന് താങ്കളോട് പറയുന്നു. താങ്കൾ ഓടിച്ചെന്നിട്ട് അവനെ ഓടിക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞു. ഞാനത് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നതിന് മുമ്പേ, സമയത്തിന് മുമ്പേ അതൊക്കെ ഫസ്റ്റ് ടേക്കിൽ തന്നെ സാധനം ഓക്കെ ആയി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് തൊട്ട് ഇപ്പോഴും ഈ ഫീൽഡിലുണ്ടല്ലേ? അന്ന് തൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ അന്ന് ദൂരദർശനിൽ ആ ഒരു സീരിയൽ കഴിഞ്ഞിട്ട് പിന്നെ ആ ഡയറക്ടർ തന്നെ വേറൊരു സീരിയൽ ഇതേപോലെ തന്നെ ഒരു ടെലിഫിലിം എടുത്തപ്പോൾ അതിനകത്തും എന്നെ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു 3-4 സീരിയലിൽ ഞാൻ ദൂരദർശനിൽ ആ സമയത്ത് തന്നെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ഒരു ഫിനാൻഷ്യൽ ഒരു ബെനിഫിറ്റ് അവിടെ ഇല്ല. ഞാനാണ് എൻ്റെ ഫാമിലി, എനിക്ക് അവരെ ഒന്ന് ഫിനാൻഷ്യലി ഒന്ന് എസ്കേപ്പ്. ഫാമിലി എനിക്ക് വൈഫ്, 2 കുട്ടികൾ, മക്കള് 2 പേരും, മൂത്തത് മകളാണ്, രണ്ടാമത്തെ മകനാണ്. 2 പേരും ഇപ്പോൾ അഡ്വക്കേറ്റ്സാണ്. ഒരാൾ തൃശ്ശൂരും ഒരാൾ ഹൈക്കോർട്ടിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഫാമിലിയാണ്. അപ്പോൾ ഞാൻ അവരെ ഒന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ സീരിയലുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്ന് കിട്ടണം എന്നില്ല.
അതിൻ്റെ ഇടയിൽ ഞാനിവിടെ എനിക്കൊരു ചെറിയൊരു സ്ഥാപനം ചാലക്കുടിലുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ചാലക്കുടിയിലെ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ചേട്ടത്തിയാണല്ലേ? അതെയാണ് ഞാൻ ആ ഒരു ജെൻസിൻ്റെ, അതായത് ഇപ്പോൾ ആദ്യത്തെ ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ അല്ല, ഞങ്ങൾ ജെൻസിൻ്റെയാണ്. ചാലക്കുടിയിലായിരുന്നു. ഞങ്ങൾ മേഘ എന്ന് പറഞ്ഞിട്ട് 1988 ഡിസംബർ 15 ഞങ്ങൾ ആ ഒരു കൺസെപ്റ്റുമായിട്ട് ചാലക്കുടിയിൽ വരുന്നത്. അന്ന് സ്ത്രീകൾ പോലും ബ്യൂട്ടി പാർലറിൽ പോകാൻ മടിക്കുന്നൊരു സമയത്താണ് ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിൽ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ഒരു 5-6 വർഷം എടുത്തു ഞങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകം വരാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ടെലിഫിലിം, ഞാൻ പറഞ്ഞല്ലോ ജ്ഞാനശീലൻ സാറ് ഒരു സീരിയല് സംവിധാനം ചെയ്യണം, ഒരു മെഗാ പരമ്പര. അത് മിന്നുകെട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മിന്നുകെട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു സീരിയലാണ്. സീരിയലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡ് പോയിട്ടുള്ള സീരിയലാണ്. അപ്പോൾ സാർ ആ സീരിയൽ പ്ലാൻ ചെയ്തപ്പോൾ അതിൻ്റെ ആ സീരിയലിലെ ഫസ്റ്റ് നായകനായിട്ടാണ് എന്നെ സാറ് കാസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാനൊരു 50 എപ്പിസോഡോളം ഞാൻ തന്നെയായിരുന്നു നായകൻ. അതിനുശേഷം ഞാൻ പിന്നെ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. അതും ഭയങ്കര ഫേമസ് സീരിയലായിരുന്നു. അതിൽ കായംകുളം കൊച്ചുണ്ണിയിൽ കൊച്ചുണ്ണിയുടെ വലങ്കൈ ആയിട്ടുള്ള കുഞ്ഞുമറിക്കാർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അതും നല്ല സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. പിന്നീട് ഞാൻ ചെയ്തത് പറയിവിറ്റ പന്തുരോളം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ. അതും സൂര്യയില് 1 ഹിറ്റായിരുന്നു. ആ സീരിയലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു. ഈ 3 സീരിയൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും എനിക്ക് എൻ്റെ ബിസിനസിന്റെ കുറച്ച് ഡെവലപ്പിന് വേണ്ടിയിട്ട്, എൻ്റെ കുട്ടികളുടെ പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് ബ്രേക്ക് എടുത്തു. ആ ബ്രേക്കിന് ശേഷം പിന്നെ ഞാൻ ഒന്ന് സ്റ്റേബിളായി. ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഈ രംഗത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. സീരിയൽ കൂടാതെ ചേട്ടന് സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹമില്ലേ? പിന്നെ ഞങ്ങളൊരു കലാകാരന്മാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സിനിമയാണ് സ്വപ്നം, സിനിമയാണ് ഞങ്ങളുടെ ജീവിതം. ലാലേട്ടൻ പറഞ്ഞ പോലെ സിനിമയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഏതൊരു കലാകാരനും സിനിമയാണ്. ഞാൻ സിനിമ തന്നെയാണ് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പം ഞാൻ പടിപടിയായിട്ട് പതുക്കെ സിനിമയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 7-8 സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്ത സിനിമ ഞാൻ നാളെ ചെയ്തത് 4-ാം ദിവസം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ഞാന് ബോബൻ ആലമുടൻ നായകനായിട്ട് വന്ന സിനിമയാണ്. ബോബൻ ആലമുടൻ, നിഷാന്ത് സാഗർ, ഷാജു ഒക്കെ ഇപ്പോൾ നല്ല സൂപ്പർ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ 4 ചെറുപ്പക്കാരുടെ ഒരു കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു അത്. അപ്പൊ അതിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. പിന്നീട് ഞാൻ രണ്ടാമത് അഭിനയിച്ചത് ശ്രീജിത്ത് രവിയുടെ കൂടെ ഒരു ദി ബെയിൽ എന്ന് പറഞ്ഞൊരു പടം. ആ പടമാണ് ഞാൻ പിന്നെ അതിനകത്ത് എല്ലാം ചെറിയ ചെറിയ വേഷങ്ങളാണ് കേട്ടോ. ശ്രീജിത്ത് രവിയുടെ കൂടെ ബെയിലിൽ അഭിനയിച്ചു. പിന്നെ ഞാൻ ഉണ്ണിമൂന്നന്റെ കൂടെ, നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ഉണ്ണിമൂന്നന്റെ കൂടെ 7-ാം സൂര്യൻ എന്ന് പറഞ്ഞൊരു പടം, അതിൽ അത്യാവശ്യം തിരക്കില്ലാത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ നമ്മുടെ കണ്ണൻ താമരക്കുളത്തിന്റെ 2 പടം ചെയ്തിരുന്നു. കണ്ണന്റെ പടം ഒന്ന് വിധി എന്ന് പറഞ്ഞിട്ട്, പിന്നെ വരാല്, പിന്നെ ഇപ്പൊ വിപിൻ ആറ്റ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സൂപ്പർ സംവിധായകനുണ്ട് എറണാകുളം. അപ്പോൾ അതില് പുള്ളിയുടെ പടത്തില് വട്ടമേശ സമ്മേളനം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. പിന്നെ വെമ്പിളി ഒരുമ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ഞങ്ങൾ ആ പടത്തിനാണ് ഈ വർഷം ഏറ്റവും നല്ല നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ആ പടം ഞാൻ അതിന്റെ കൺട്രോളറും കൂടി ആയിരുന്നു. ആ പടത്തിൽ അഭിനയിക്കുകയും ചെയ്തു. അതിന്റെ പ്രൊഡ്യൂസർ രംഗത്തും നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോ അവരുടെ തന്നെ ആൻഡപ്പൻ എന്ന് പറഞ്ഞൊരു പടം ഇനി റിലീസ് ചെയ്യാനുണ്ട്. ആ പടമാണ് ഇപ്പൊ ഞാൻ സിനിമ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ആ പടം അടുത്ത് തന്നെ റിലീസിങ് ഉണ്ടാവും. പിന്നെ ഒരു 6-7 തമിഴ് സിനിമകൾ ചെയ്തു. തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ അത് ക്ലിക്കായില്ല. ക്ലിക്കാവാൻ ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പറയപ്പെട്ട വലിയ നായകന്മാരൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഒക്കെ ചെറിയ ചെറിയ പടങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തമിഴിലേക്ക് അങ്ങനെ ഒരു എൻട്രി ശ്രമിച്ചിരുന്നു. ഞാൻ തമിഴ് സീരിയലും കൂടിയും ചെയ്തു. തമിഴിലൊരു 6-7 സീരിയലുകൾ ഞാൻ ചെയ്തു. ലാസ്റ്റ് ഞാൻ ചെയ്തത് ആതിര എന്ന് പറഞ്ഞിട്ട് സൺ ടി വിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിലൊരു സെൻട്രൽ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ നന്നായി ചെയ്ത കാരണം കൊണ്ട് അത് സൺ ടി വിയുടെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നോമിനി പോയി ആ ക്യാരക്ടർ. ഇപ്പോഴും സൺ ടി വിയിൽ ഞാൻ സജീവമാണ്. അതെ. നിലവിലിപ്പോ ചേട്ടൻ സീരിയലിലാണോ സിനിമയിലാണോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ സീരിയലാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ സൂര്യ ടി വിയില് 8:30 തുടങ്ങി 9 വരെ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ. നിന്റെ അത്ര ഇല്ലെങ്കിലും ആവശ്യത്തിന് അവൾക്ക് കിട്ടിയിട്ടുണ്ട്.
അത് ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആണ്, റേറ്റിംഗിലൊക്കെ നമ്പർ 1 നിൽക്കുന്ന സീരിയലാണ്. അതിലൊരു സെൻട്രൽ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസുകാരൻ. അതൊരു പോലീസ് സ്റ്റോറിയാണ്. അപ്പൊ അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്രൂ ഔട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇനിയിപ്പോ സൂര്യയുടെ തന്നെ വേറൊരു സീരിയലും കൂടി വരാൻ പോകുന്നു. ഇപ്പൊ ഈ ഫെബ്രുവരി 10-ാം തീയതി അതിന്റെ ഷൂട്ട് തുടങ്ങും. അതിലും ഒരു സെൻട്രൽ ക്യാരക്ടർ ഞാൻ ചെയ്യാൻ പോവാണ്. പിന്നെ ഇപ്പൊ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അടുത്ത മാസം റിലീസ് ഉണ്ടാവും. ഇപ്പൊ റീസെന്റ് നിൽക്കുന്ന ഒരു പരിപാടി അതാണ്. പിന്നെ തമിഴിൽ സൺ ടിവിക്ക് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്തു. അതും ഇപ്പോ മാർച്ച് 17-ാം തീയതി ഷൂട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പോ 2 സീരിയലും ഒരു തമിഴ് സീരിയലുമാണ് നിലവിൽ ഇപ്പൊ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞു, അതിന്റെ ഡബിങ്ങും കഴിഞ്ഞു. അതിനിപ്പോ റിലീസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പൊ അതാണ് നിലവിലെ എൻ്റെ ഒരു കണ്ടീഷൻ. അതെ. ഇത്ര തിരക്കിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി. കൂടാതെ നല്ല സീരിയലുകളിലും സിനിമകളിലും ഇനിയും അഭിനയിക്കാൻ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നന്ദി. നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് പീപ്പിൾ പ്ലസ് ടിവിയുടെ എല്ലാ സംഘാടകർക്കും അതിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടിലെ പ്രേക്ഷകർ, എൻ്റെ ജനങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടോട് മാത്രമാണ് ഞാനൊരു നടനാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.